ഹരേ കൃഷ്ണ. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മൂന്നാമത്തെ അവതാരമാണ് വരാഹം. ഭൂമിദേവിയെ പാതാളത്തിൽ ഒളിപ്പിച്ച ഹിരണ്യാക്ഷൻ എന്ന അസുരനെ വധിച്ച് സമുദ്രത്തിൽ മുങ്ങിയ ഭൂമിദേവിയെ തൻ്റെ കൊമ്പിൽ ഉയർത്തിപ്പിടിച്ച് വിഷ്ണു ഭഗവാൻ വരാഹരൂപം സ്വീകരിച്ചു. മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലെ ദ്വാരകപാലന്മാരായിരുന്നു ജയനും വിജയനും. ഒരിക്കൽ മഹാവിഷ്ണുവിനെ സന്ദർശിക്കാനായി ബ്രഹ്മപുത്രന്മാരും വലിയ വിഷ്ണുഭക്തരായ സനകാദികൾ എന്നറിയപ്പെടുന്ന ബാലകന്മാരായ 4 സന്യാസിമാർ വൈകുണ്ഠത്തിലെത്തി. അപ്പോൾ ജയവിജയന്മാർ ഇവരെ അകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല. ഇതിൽ കോപം വന്ന സനകാദികൾ ഉടൻ തന്നെ അവരിരുവരെയും ദാനവന്മാരായി തീരട്ടെ എന്ന് ശപിച്ചു. അവർ തങ്ങൾ ചെയ്ത തെറ്റിൽ പശ്ചാത്താപിച്ച് ക്ഷമ ചോദിക്കുകയും ശാപമോക്ഷം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ക്രോധമടങ്ങിയ സനകാദികൾ അവർക്ക് ശാപമോക്ഷം നൽകി ഇങ്ങനെ പറഞ്ഞു: അടുത്ത 3 ജന്മങ്ങളിലും അസുരന്മാരായി ജനിച്ചിട്ട് ആ 3 ജന്മത്തിലും മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട് അതുവഴി ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന്. അങ്ങനെ ശാപത്തിൻ്റെ ഫലമായി അവർ കശ്യപ പ്രജാപതിയുടെയും അസുരമാതാവ് ദിതിയുടെയും പുത്രന്മാരായി ജനിച്ചു. അവരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അങ്ങനെ അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോകപീഡ ചെയ്തു നടക്കാൻ തുടങ്ങി. ഹിരണ്യാക്ഷൻ എന്ന രാക്ഷസൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വരം വാങ്ങി ദേവതകളോ ദാനവരോ മനുഷ്യരെ കൊണ്ട് മരിക്കരുത് എന്ന്. വരം കിട്ടിയ ശേഷം ഹിരണ്യാക്ഷൻ ദേവന്മാരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഹിരണ്യാക്ഷൻ വേദങ്ങളെ മോഷ്ടിച്ച് പാതാളത്തിൽ ഒളിപ്പിച്ചു. ഒരിക്കൽ ഹിരണ്യാക്ഷൻ സമുദ്രത്തിലിറങ്ങി ഗദ കൊണ്ട് തിരമാലകളെ താടനം ചെയ്തുകൊണ്ടിരുന്നു. ദേവന്മാരെല്ലാം നാരായണൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും വിനയപൂർവ്വം പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ഭഗവാൻ വരാഹ അവതാരം എടുക്കുകയും ചെയ്തു. ഒരു വലിയ പന്നിയുടെ രൂപം, വലിയ കൊമ്പോട് കൂടിയുള്ള വരാഹം, ഈരേഴ് ലോകവും ഭയക്കുന്ന ശബ്ദം. ഭഗവാൻ സമുദ്രത്തിനടുത്തേക്ക് ചെന്നു വേദങ്ങളെയും ഭൂമിയെയും തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ രാക്ഷസനായ ഹിരണ്യാക്ഷൻ വരാഹ അവതാരം എടുത്ത നാരായണനോട് ചോദിച്ചു: എന്നെ ഭയന്നിട്ടാണോ ഈ രൂപമെടുത്തത്? എൻ്റെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ഭഗവാൻ ഭൂമിയെ സുരക്ഷിതമായി യഥാസ്ഥാനത്ത് വെച്ചു. ഭഗവാൻ രാക്ഷസനായ ഹിരണ്യാക്ഷനുമായി യുദ്ധം ചെയ്ത് ഹിരണ്യാക്ഷനെ വധിച്ചു. ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിദേവിയെ രക്ഷിക്കുക എന്നതാണ് മഹാവിഷ്ണു ഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തിൻ്റെ ലക്ഷ്യം. ഭൂമി ലാഭത്തിനും വ്യവസായ പുരോഗതിക്കും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ മാറാനും വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു.